നമസ്കാരം. ബിജെപി അധ്യക്ഷൻ അമിത് ഷായുടേതിനു പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചതായി ആരോപണം. കൊൽക്കത്തയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള ബാലൂർഘട്ടയിലെ ഇന്നത്തെ ബിജെപി റാലിയിൽ യോഗി പങ്കെടുക്കും എന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം കാരണമൊന്നും കാണിക്കാതെ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചുവെന്ന് യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് ആരോപിക്കുകയായിരുന്നു. യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ ജനമനസ്സിനെ സ്വാധീനിക്കുമെന്ന് പേടിച്ചാണ് മമത ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനുള്ള അനുമതി നിഷേധിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശകൻ മൃത്യുഞ്ജയ് കുമാർ ആരോപിച്ചു. ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനത്തെത്തുന്ന ബിജെപി നേതാക്കളുടെ ഹെലികോപ്റ്ററിന് സർക്കാർ അനുമതി നിഷേധിക്കുന്നത്. നേരത്തെ ബിജെപി പദയാത്ര ഉദ്ഘാടനം ചെയ്യാനെത്താനിരുന്ന അമിത് ഷായുടെ ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നീട് സ്വകാര്യ ഹെലിപാഡ് ഒരുക്കിയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ജനാധിപത്യത്തിന്റെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വൻ റാലി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പരിപാടിയിൽ യോഗി എത്താതിരുന്നതോടെ ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നീട് BSFന്റെ ക്യാമ്പിൽ ഒരുക്കിയ താൽക്കാലിക ഹെലിപാഡിൽ ഇറങ്ങിയ യോഗി റോഡ് മാർഗം പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. മറ്റു പരിപാടികളിലും റോഡ് മാർഗം അദ്ദേഹം പോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് VVIP ഹെലികോപ്റ്ററുകൾക്ക് അനുമതി നൽകാത്തത് എന്നാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ വാദം. നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ ഹെലികോപ്റ്ററിനും സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ BJP നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്നു രാവിലെ 10:30 മാൽഡയ്ക്ക് സമീപം ബലൂർഘട്ടിൽ നടന്ന റാലിക്ക് എത്താനായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പദ്ധതി. എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി നൽകാനാവില്ലെന്ന് ബംഗാൾ സർക്കാർ വ്യക്തമാക്കിയതിനെ തുടർന്ന് രോഷാകുലരായ BJP പ്രവർത്തകർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. 3 ദിവസം മുമ്പ് തന്നെ ഹെലികോപ്റ്ററിനുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു എന്നാണ് BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ഞായറാഴ്ച വരെ അപേക്ഷ പരിഗണിച്ചിരുന്നില്ല. യോഗി ആദിത്യനാഥിന്റെ പ്രചാരണ റാലിക്കും മമത സർക്കാർ മുന്നറിയിപ്പില്ലാതെ അനുമതി നിഷേധിച്ചുവെന്ന് UP മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. യോഗിയുടെ ജനസമ്മതി അംഗീകരിക്കാനുള്ള വിമുഖത കാരണമാണ് റാലിക്ക് അനുമതി നിഷേധിച്ചത് എന്നാണ് യോഗിയുടെ ഉപദേഷ്ടാവായ മൃണാൽ ബാനർജി കുറ്റപ്പെടുത്തിയത്. ഇതേ തുടർന്ന് യോഗി ടെലിഫോണിലൂടെ റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് VVIP ഹെലികോപ്റ്ററുകൾക്ക് അനുമതി നിഷേധിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗാളിൽ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BJP. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളാണ് BJPയുടെ ലഭ്യം. നിലവിൽ സംസ്ഥാനത്ത് BJPക്ക് 2 സീറ്റുകളാണ് ഉള്ളത്.